ഹായ് കൂട്ടുകാരെ, ഹായ് പ്രൈസല്ലോ. ഇന്നത്തെ നമ്മുടെ വാക്യതാണ് യെശയ്യാവ് 53:5. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. യെശയ്യാവ് 53:5. ദൂരെ നിന്നൊരു രാജ്യത്തെ മഹാനായൊരു ധനമന്ത്രി രക്ഷ തേടിയൊടുവിൽ യെരൂശലേമിലും എത്തി. ദൂരെ നിന്നൊരു രാജ്യത്തെ മഹാനായൊരു ധനമന്ത്രി രക്ഷ തേടിയൊടുവിൽ യെരൂശലേമിലും എത്തി. ഈ തീർത്ഥയാത്രകളും മത ഉപദേശങ്ങളും ലോകറിവുകളും കൊണ്ടെങ്ങനെ രക്ഷ നേടും? ഈ തീർത്ഥയാത്രകളും മത ഉപദേശങ്ങളും ലോകറിവുകളും കൊണ്ടെങ്ങനെ രക്ഷ നേടും? ഷണ്ഡന്റെ നിലവിളി കേട്ടെത്തിയ ഫിലിപ്പോസ് ആത്മരക്ഷകൻ യേശുവിനെ കുറിച്ചറിയിച്ചു. മന്ത്രി രക്ഷിക്കപ്പെട്ടു. ഷണ്ഡന്റെ നിലവിളി കേട്ടെത്തിയ ഫിലിപ്പോസ് ആത്മരക്ഷകൻ യേശുവിനെ കുറിച്ചറിയിച്ചു. മന്ത്രി രക്ഷിക്കപ്പെട്ടു. ദൂരെ നിന്നൊരു രാജ്യത്തെ മഹാനായൊരു ധനമന്ത്രി രക്ഷ തേടിയൊടുവിൽ യെരൂശലേമിലും എത്തി. ആത്മാനന്ദത്താൽ നിറഞ്ഞു വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ടു. ആത്മാവിലും സത്യത്തിലും ആരാധിച്ചു. ആത്മാനന്ദത്താൽ നിറഞ്ഞു വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ടു. ആത്മാവിലും സത്യത്തിലും ആരാധിച്ചു. ഫിലിപ്പോസിനെ ദൈവം ആത്മരഥമേറ്റി സുശേഷ കാഹളം മുഴക്കിടാൻ അസ്തോദിലെത്തിച്ചു. ഫിലിപ്പോസിനെ ദൈവം ആത്മരഥമേറ്റി സുശേഷ കാഹളം മുഴക്കിടാൻ അസ്തോദിലെത്തിച്ചു. ദൂരെ നിന്നൊരു രാജ്യത്തെ മഹാനായൊരു ധനമന്ത്രി രക്ഷ തേടിയൊടുവിൽ യെരൂശലേമിലും എത്തി. ദൂരെ നിന്നൊരു രാജ്യത്തെ മഹാനായൊരു ധനമന്ത്രി രക്ഷ തേടിയൊടുവിൽ യെരൂശലേമിലും എത്തി. ഫിലിപ്പോസ് നല്ലൊരു സുശേഷൻ കൂടിയാണ്. കർത്താവിന്റെ ദൂതൻ ഫിലിപ്പോസിനോട് പറഞ്ഞു, നീ എഴുന്നേറ്റ് തെക്കോട്ട് യെരൂശലേമിൽ ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലോട്ട് പോകാനായിട്ട് പറഞ്ഞ്. അപ്പോൾ നമ്മുടെ ഫിലിപ്പോസ് പുറപ്പെട്ടു ചെന്ന് അവിടെ കന്നക്ക എന്ന ഇത്യോപ്യ രാജ്ഞിയുടെ ഒരു ഷണ്ണനും മഹാനും അവിടെ സകല ഭണ്ഡാരത്തിന്മേ മേൽവിചാരകനുമായ ഒരു ഐത്യോപ്യനെ കണ്ടു. അപ്പോൾ ആ മന്ത്രി ഉണ്ടല്ലോ യെരൂശലേമിൽ നമസ്കരിപ്പാൻ വന്നിട്ട് മടങ്ങിപ്പോകയില് തേരിലിരുന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുകയായിരുന്നു. ആത്മാവ് ഫിലിപ്പോസിന് പറഞ്ഞു, നീ ആ അടുത്ത് ചെന്ന് തേരിനോട് ഇങ്ങനെ ചേർന്ന് നടക്ക എന്ന് പറഞ്ഞു. അങ്ങനെ ഫിലിപ്പോസ് തേരിനോട് ചേർന്ന് നടന്നു. അപ്പോൾ അടുത്ത് ഫിലിപ്പോസ് ഓടി ചെല്ലുമ്പോൾ അവിടെ കേൾക്കുന്നത് ഈ ഷണ്ണൻ എന്ത് ചെയ്യുന്നു? യെശയ്യാ പ്രവാചക പുസ്തകം വായിക്കുന്നതായിട്ട് കണ്ടു. അപ്പം ഫിലിപ്പോസ് ചോദിച്ചു, നീ വായിക്കുന്ന ഗ്രഹിക്കുന്നുവോ? അപ്പൊ ഷണ്ണൻ പറയാണേ, ഇതിന്റെ പൊരുൾ ഇതിന്റെ സത്യാവസ്ഥ തെളിയിച്ചു തരാഞ്ഞാൽ ഞാൻ എങ്ങനെ ഗ്രഹിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഫിലിപ്പോസ് കയറി തന്നോടുകൂടെ ഇരിക്കേണ്ടതിനെ അപേക്ഷിച്ചു. തിരുവഴുത്തിൽ അവൻ വായിച്ച ഭാഗമാവിത് യെശയ്യാ പ്രവചനത്തിലെ 53-ാം അധ്യായത്തിലുള്ള വാക്യങ്ങളായിരുന്നു. അറുക്കുവാനുള്ള ആടിനെ പോലെ അവനെ കൊണ്ടുപോയി. രോമം കത്തിരിക്കുന്നവന്റെ മുമ്പാകെ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ വായി തുറക്കാതിരുന്നു. അവന്റെ താഴ്ചയിൽ അവന് ന്യായം കിട്ടാതെ പോയി. അവന്റെ തലമുറയെ ആർ വിവരിക്കും? ഭൂമിയിൽ നിന്ന് അവന്റെ ജീവനെ എടുത്തു കളയുന്നുവല്ലോ. അപ്പോൾ ഇത് എന്താണെന്ന് ഷണ്ണൻ ചോദിച്ചു. ഫിലിപ്പോസ് പറഞ്ഞു, ഷണ്ണൻ ചോദിക്കുന്നെങ്കിലാണ്, ഇത് ആരെ കുറിച്ച് പറയുന്നു? തന്നെ കുറിച്ചാണോ അതോ മറ്റൊരുത്തിനെ കുറിച്ചാണോ എന്ന് ചോദിച്ചു. ഇതിന്റെ ഒരു പറഞ്ഞു തരണമേ എന്ന് അപേക്ഷിച്ച ഫിലിപ്പോസ് പറഞ്ഞു, തിരുവഴുത്ത് ആധാരമാക്കി യേശു കർത്താവിനെ കുറിച്ചുള്ള സുവിശേഷം നമ്മളെ ഫിലിപ്പോസ് അവനോട് അറിയിപ്പാൻ തുടങ്ങി.
അതെ, ആ അറുക്കപ്പെട്ട കുഞ്ഞാടായ യേശു കർത്താവിനെ കുറിച്ച് അവൻ അറിയിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ അവ വഴി പോകയിൽ വെള്ളമുള്ള ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ ഷണ്ണൻ പറയാണ്, ഇതാ വെള്ളം, ഇനി എനിക്ക് സ്നാനമേൽക്കുന്നതിന് എന്താണ് തടസ്സം, എന്താണ് വിരോധം എന്ന് ചോദിച്ചു. അപ്പോൾ ഫിലിപ്പോസ് പറഞ്ഞു, നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നെങ്കിൽ ആകാം എന്ന് പറഞ്ഞു. അങ്ങനെ ഷണ്ണൻ പറഞ്ഞു, യേശു ക്രിസ്തു ദൈവപുത്രൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. ആ വാക്കിൽ ഫിലിപ്പോസ് എന്ത് ചെയ്തു? അങ്ങനെ തേർ നിർത്തുവാനായിട്ട് കൽപ്പിച്ചു. അങ്ങനെ ഫിലിപ്പോസും ഷണ്ണനും ഇരുവരും വെള്ളത്തിൽ ഇറങ്ങി. അവനെ ഷണ്ണനെ ഫിലിപ്പോസ് സ്നാനം കഴിപ്പിച്ചു. അവർ വെള്ളത്തിൽ കയറിയപ്പോൾ കർത്താവിന്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി. എന്നാൽ ഈ സമയത്ത് ഷണ്ണൻ പിന്നെ അദ്ദേഹത്തെ കണ്ടില്ല. ഷണ്ണൻ സന്തോഷിച്ചു, വളരെ സന്തോഷവാനാണ്. ദൈവസത്യം മനസ്സിലാക്കി സ്നാനം കഴിഞ്ഞിനി ആ ഉള്ളിലുള്ള ആ സന്തോഷാധിക്യത്താൽ അത് വളരെ സന്തോഷിച്ചുകൊണ്ട് അവിടുന്ന് പോയി. എന്നാൽ പിന്നീട് ഫിലിപ്പോസിനെ കാണുന്നത് അസ്തോദിൽ വെച്ചാണ്. എല്ലാ പട്ടണങ്ങളിലും നമ്മുടെ ഫിലിപ്പോസ് സുവിശേഷം അറിയിക്കുവാനായിട്ട് കർത്താവ് വലിയ കൃപ ചെയ്തു. ദൈവം ഫിലിപ്പോസിനെ എടുത്തുപയോഗിച്ചു. ഷണ്ണനും തൻ്റെ കർത്താവിനെ ഘോഷിപ്പാനും കർത്താവിനെ സ്നേഹിക്കുവാനും തുടങ്ങി. അതെ, ഉലക സ്ഥാപനത്തിനു മുമ്പ് സ്വർഗീയ കുഞ്ഞാട് യേശു കർത്താവ് നമ്മെ സ്നേഹിച്ചു. അവന്റെ ആ സ്നേഹം നമ്മെ തക്ക സമയമായപ്പോ പ്രവചന നിവൃത്തിയായി. അതെ, ആ കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി ആ ദൈവ കുഞ്ഞാട് നമുക്ക് വേണ്ടി അറുക്കപ്പെട്ടു. അത് മാനവജാതിയുടെ രക്ഷയ്ക്കായിട്ട്. അവന് വിശ്വസിക്കുന്നവർക്ക് പാപമോചനം ഉണ്ട്. ഹല്ലേലൂയ. നമ്മെ സ്നേഹിച്ച, നമ്മെ വീണ്ടെടുത്ത രക്ഷകന് നല്ല ഒരു ഉത്തമ സാക്ഷിയായിട്ട് ഫിലിപ്പോസിനെ പോലെ കർത്താവിനെ ഘോഷിക്കുന്നവരായിട്ട്, അതെ ആ ഷണ്ണനെ പോലെ സന്തോഷത്താൽ കർത്താവിനെ ഉയർത്തുന്നവരായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഗോഡ് ബ്ലെസ് യു.